പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENS +2 ഹ്യൂമാനിറ്റീസ് അതിൻ്റെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 30ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. പ്രോബ്ലംസ് ഓഫ് SC ആൻഡ് ST, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം സിലബസിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും മാറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് 30ാമത്തെ ചാപ്റ്റർ. ഇന്ന് നമ്മൾ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്ക് 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നമുക്കറിയാം എക്സാമിന് മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസ് കൂടിയാണ് നമ്മൾ ബോർഡിൽ എഴുതി ചെയ്യുന്നത്. നമ്മൾ ഗൈഡിലും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഹൂ ഈസ് SC, ആരാണ് ഷെഡ്യൂൾ കാസ്റ്റ്, എക്സ്പ്ലെയിൻ ദയർ പ്രോബ്ലം, എന്താണ് അവരുടെ പ്രശ്നം. ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഈ പട്ടികജാതി വിഭാഗങ്ങൾ. അപ്പൊ എങ്ങനെയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളുകളാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഐത്യജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ 1935 ജാതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി. 1935 ജാതിയുടെ പട്ടിക സർക്കാർ തയ്യാറാക്കി. പട്ടികയിൽ 429 ജാതികൾ ഉൾപ്പെടുത്തി. അവരുടെ സംഖ്യ 5.35 കോടിയായിരുന്നു. പട്ടികയിൽ ഉൾപ്പെട്ട ജാതികൾ പട്ടികജാതിക്കാർ എന്നും അല്ലാത്തവർ പട്ടികജാതിക്കാരല്ലാത്തവർ എന്ന രീതിയിൽ കണക്കാക്കി. അപ്പൊ സർക്കാർ 1935 രൂപീകരിച്ചാണ് ഈ പട്ടികജാതി വിഭാഗം തന്നെ. ഐത്യജാതിക്കാരുടെ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയവരെ പട്ടികജാതിക്കാരെന്ന് പറയുന്നു. ഇനി എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ, എന്താണ് സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. ജാതി ശ്രേണിയിൽ പട്ടികജാതിക്കാർക്ക് ഐത്യം കൽപ്പിച്ചിരുന്നു. ഒരു പട്ടികജാതിക്കാരനുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുന്ന ആചാരമാണ് ഐത്യാചാരം. ഐത്യജാതിക്കാർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രവേശനമില്ലായിരുന്നു. പൊതുജല സമ്പന്നകളിൽ നിന്ന് വെള്ളമെടുക്കുന്നത് നിരോധിക്കപ്പെട്ടിരുന്നു. ഹോട്ടലുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലും ക്ഷേത്രങ്ങളിലും പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ മതപരമായ പ്രശ്നങ്ങളുണ്ട്. പട്ടികജാതിക്കാരുടെ മതപരമായ ആവശ്യതകൾ ഇന്നും തുടരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല. മറ്റു ജാതിക്കാർക്ക് നൽകാനുള്ള ഒരു പൗരോഹിത്യ സേവനം തൊട്ടുകൂടാത്തവർക്ക് നൽകാൻ ബ്രാഹ്മണർ ഇന്നും തയ്യാറല്ല. ഐത്യജാതിക്കാർക്ക് ശ്മശാനങ്ങളില്ലായിരുന്നു. പുണ്യനദികളിൽ സ്നാനം ചെയ്യാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. മതവും മതകർമ്മങ്ങളും അവർക്ക് അപര്യാപ്തമായിരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളുണ്ട്. പ്രാചീന കാലം തൊട്ട് ഐത്യജാതിക്കാർക്ക് വിദ്യാഭ്യാസം വിലക്കപ്പെട്ടിരുന്നു. പൊതു സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർ നിഷേധിക്കപ്പെട്ടു. ഐത്യജാതിക്കാരുടെ കുട്ടികളെ ഉയർന്ന ജാതിക്കാരുടെ കുട്ടികളുമായി ഇടപഴകാൻ അനുവദിച്ചിരുന്നില്ല. സംസ്കൃത പഠനം അവർക്ക് നിഷേധിക്കപ്പെട്ടു. എങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു ഐത്യജാതിക്കാരനെ പഠിക്കാൻ അനുവദിച്ചാൽ തന്നെ ക്ലാസ് മുറിക്കിരുന്ന് പഠിക്കണം. ഇതേപോലെ തന്നെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട്. പട്ടികജാതിക്കാരുടെ തൊഴിലുകൾ ഏറ്റവും തരം താഴ്ന്നിട്ടാണ് ജാതികളുടെ സാമൂഹ്യ ശ്രേണിയിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. അവർ ചെയ്തിരുന്ന ജോലികൾക്ക് അന്തസ്സോ കാര്യമായ വേതനമോ ഉണ്ടായിരുന്നില്ല. അവരിൽ ചിലർക്ക് മാത്രമേ ഏതെങ്കിലും സ്വത്ത് കൈവശമാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഭൂരിപക്ഷം പട്ടികജാതിക്കാരുടെയും ഭൂരഹിത കർഷക തൊഴിലാളികളാണ്. ഇതേപോലെ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ട്. ഐത്യജാതിക്കാർ രാഷ്ട്രീയപരമായ നിരവധി ആവശ്യതകൾ അനുഭവിക്കുന്നുണ്ട്. പട്ടികജാതിക്കാർക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനോ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കാനോ കഴിവില്ല എന്ന ഉറച്ച നിലപാടുണ്ട്. ഹിന്ദുമതത്തിലെ മറ്റു ജാതികളെ അപേക്ഷിച്ച് സർക്കാർ ജോലികളിലും രാഷ്ട്രീയ പാർട്ടികളിലും മറ്റു ഭരണസമിതികളിലും അംഗസംഖ്യ കുറവാണ്. ഇനി അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് SC ആണ്. പട്ടികജാതിക്കാരുടെ ഭരണഘടനാ വ്യവസ്ഥകളെ കുറിച്ച് വിവരിക്കാനാണ്. അതിൽ 14 വകുപ്പ് പറയുന്നു. ഒന്നാമത് പറയുന്നത് നിയമതുല്യത ഉറപ്പു നൽകുന്നുണ്ട്. രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് 14ാം വകുപ്പ് പ്രകാരം ഭരണഘടന പറയുന്നുണ്ട്.
ഇതേപോലെ 14 അനുച്ഛേദം പറയുന്നുണ്ട്. മതം, ജാതി, വംശം, ലിംഗം, ജനസല എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യം വിദ്യാഭ്യാസപരമായി വിവേചനം കാണിക്കുന്നത് 15 അനുച്ഛേദം വിലക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ 16 അനുച്ഛേദം പറയുന്നുണ്ട്. സർക്കാർ സർവീസിലും ഗവൺമെന്റ് ജോലികളിലും എല്ലാവർക്കും തുല്യ അവസരമായിരിക്കണം എന്ന് 16 അനുച്ഛേദം പറയുന്നുണ്ട്. ഇതേ 17 വിഭാഗം പറയുന്നുണ്ട്. 17 അനുച്ഛേദത്തിലൂടെ ഐക്യചാരണ നിരോധിക്കുകയും അത് നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതേപോലെ 330-32 അനുച്ഛേദങ്ങൾ പറയുന്നുണ്ട്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഓരോ സംസ്ഥാനവും അവരുടെ പിന്നോക്ക ജാതിക്കാരുടെ അംഗസംഖ്യക്ക് ആനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ST ആണ്. ആരാണ് ST? ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ക്യാരക്ടേഴ്സ്, അവരുടെ പ്രത്യേകതകൾ എന്തെല്ലാം? പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും പൊതുവായൊരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരായ തദ്ദേശീയ കൂട്ടമാണ് എന്ന് പറയുന്നത് പട്ടികവർഗം എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഐക്യരൂപമുള്ള ഒരു വംശീയ വിഭാഗമാണ്. പൊതുവായൊരു ഭാഷയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചിരുന്ന വ്യക്തിത്വമുണ്ട്. പ്രാകൃതപരമായ സാങ്കേതിക വിദ്യ ആശ്രയിക്കുന്നുണ്ട്. ഭാഷയ്ക്ക് ലിപിയില്ല. ഒരു പ്രത്യേക മേഖലയിൽ അധിവസിക്കുന്ന ആളുകളാണ്. വൈദഗ്ധ്യ തൊഴിൽ വിഭജനത്തിന്റെ അഭാവം അവർക്ക് വരുന്നുണ്ട്. വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ അതിർത്തി വിഭാഗങ്ങൾക്ക് ഉണ്ട് എന്നതാണ്. ലാസ്റ്റ് ചോദ്യമാണ് ലിസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ഓഫ് ST ആണ്. പട്ടികവർഗക്കാരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന് പറയുന്ന ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലമുണ്ടാകുന്ന പ്രശ്നമാണ്. ഇന്ത്യയിലെ ഗോത്രവർഗങ്ങൾ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ്. ഗോത്രങ്ങൾ താമസിക്കുന്നത് കൊടുങ്കാടുകൾ, ചെങ്കുത്തായ താഴ്വരകൾ, മലകൾ, പർവ്വതനിരകൾ എന്നിവിടങ്ങളാണ്. അവർക്ക് മറ്റു ജനങ്ങളുമായി ഇടപെടുക ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവർ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നുണ്ട്. ഇതേപോലെ തന്നെ സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട്. ഗോത്രവർഗ സംസ്കാരം ഗോത്രേതര സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഗോത്രവർഗക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ തുടങ്ങിയവ ഗോത്രേതര ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഇപ്പോൾ അത് ഒരുതരം സംശയവും ദുരൂഹതവും ഉണ്ടാക്കുന്നു. ഗോത്രവർഗങ്ങളും ഗോത്രേതര ജനങ്ങളും തമ്മിലുള്ള ഒരു സാംസ്കാരികപരമായ അകൽച്ച ഗോത്രവർഗങ്ങൾ മുഖ്യധാര സാമൂഹ്യ ജീവിതവുമായി ഇടപഴകുന്നതും ഉൾക്കൊള്ളുന്നതുമായി തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇതേപോലെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ഗോത്രങ്ങൾക്ക് അവരുടേതായ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അവർ പാരമ്പര്യത്തിലും ആചാരങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരാണ്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഗോത്രവർഗക്കാർ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ചില സാമ്യ പ്രശ്നങ്ങളുണ്ട്. നിരക്ഷരത വരുന്നുണ്ട്. ഗോത്രവർഗക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം നിരക്ഷരതയാണ്. അവരുടെ പിന്നോക്കാവസ്ഥയുടെ കാരണം അത് തന്നെയാണ്. അത് അവരെ സമൂഹത്തിൽ മുഖ്യധാരയിൽ അകറ്റുന്നുണ്ട്. പിന്നെ പറയുന്ന ആരോഗ്യം, പോഷകാഹാരമാണ്. ഗോത്രവർഗക്കാർ പൊതുവെ ആരോഗ്യപരമാണ്. എന്നാൽ നിരന്തരമായ അണുബാധ അവർക്ക് രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. പ്രാകൃതമായ ജീവിത രീതി, ശുദ്ധജലത്തിന്റെ അഭാവം, കുളിക്കാൻ പോലും വെള്ളത്തിന്റെ ക്ഷാമം, മന്ത്രവാദം, അഭിചാര പ്രവൃത്തികൾ എന്നുള്ള വിശ്വാസം ഇവയൊക്കെ ഇതിന് കാരണമാണ്. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ് ഗോത്രവർഗക്കാർ. അവർ കാട്ടിലാണ് താമസിക്കുന്നത്. ഭക്ഷണം ശേഖരിക്കൽ, വേട്ടയാടൽ, മീൻപിടുത്തം എന്നിവയാണ് അവരുടെ ഉപജീവനമാർഗങ്ങൾ. ഗോത്രവർഗക്കാരുടെ പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ദാരിദ്ര്യവും കടബാധ്യവും വരുന്നുണ്ട്. ദരിദ്രരാണ് കടബാധ്യതയ്ക്ക് കാരണം. ഭൂരിപക്ഷം ഗോത്രവർഗങ്ങളും ദാരിദ്ര്യരേഖ താഴെയാണ്. ഉൽപാദന മേഖലയിൽ അവരുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ പ്രാഗല്യമാണ്. അതിനാൽ വരുമാനം കുറവാണ്. നായാട്ട്, കൃഷി, അലഞ്ഞു തിരിഞ്ഞുള്ള ഭക്ഷണം ശേഖരിക്കുക തുടങ്ങിയ പ്രാഥമിക ഉപജീവനത്തിൽപ്പെടുന്നു. പിന്നെ ഭൂമി കുടി ഒഴിപ്പിക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്. ഗോത്രവർഗക്കാരുടെ പ്രധാന സാമ്പത്തിക പ്രശ്നം അവരുടെ ഭൂമി അന്യാധീനപ്പെടുത്താൻ തുടങ്ങിയതാണ്. ഗോത്രവർഗക്കാർ അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങിയതാണ്. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ ഗോത്രജനങ്ങളെ കുടിയൊഴിപ്പിച്ചത്. പിന്നെ സ്ഥിരമായ വിപണിയുടെ അഭാവം വരുന്നുണ്ട്. ഗോത്രവർഗങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ഗോത്രവർഗ മേഖലയിൽ സംവിധാനമില്ല. അതിനാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലക്ക് ലഭിക്കുന്നില്ല. പിന്നെ തൊഴിലില്ലായ്മയും ജോലി സ്ഥിരതയില്ലായ്മയാണ്. ഗോത്രവർഗക്കാരിൽ തൊഴിലില്ലായ്മ വ്യാപകമാണ്. കൊല്ലം മുഴുവൻ തൊഴിൽ നൽകാൻ സാധിക്കാത്തതുകൊണ്ട് അവർ ഒട്ടും സംതൃപ്തിയല്ല. ഇതേപോലെ ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ട്. ഗോത്രവർഗക്കാരിൽ ബാങ്കിങ് സൗകര്യം വിരളമാണ്. അതിനാൽ ഗോത്രവർഗക്കാർ പണത്തിന് സ്വകാര്യ പണമിടപാടുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. അവർ പണത്തിന് ഭൂമി പണയം വെക്കുകയും അമിത പലിശ കാരണം അവർക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു. മതപരമായ പ്രശ്നങ്ങളുണ്ട്. ഗോത്രവർഗങ്ങളുടെ മതസങ്കല്പം അങ്ങേയറ്റം പ്രാകൃതമാണ്. ഗോത്രവർഗങ്ങൾ ഹിന്ദു മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മാറിയപ്പോൾ അവർ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. ഇത് ദീർഘമായി തലമുറയായി പിന്തുടരുന്ന ഒരു കൂട്ടായ്മ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവസാനിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം.
ഇനി എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ അവതരിപ്പിക്കും. നമുക്ക് ഗൈഡുകൾ ആവശ്യമുള്ളവർക്ക് അത് നൽകും, അസൈൻമെന്റ് നൽകും. അഡ്മിഷൻ ആവശ്യമുള്ളവർക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 എടുക്കാം. നാട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതി നമ്മൾ കൊടുക്കുന്നുണ്ട് ഗൾഫിലുള്ളവർക്ക്. അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ നമ്മൾ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC +2 നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.